ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ഒന്നിനും പോയിട്ടില്ല. ആരടുത്തും സൗമ്യമായി, അതായത് അവർ കളിച്ചുകൊണ്ടിരിക്കും മലക്കുകൾ വന്ന് അവരെ ഇവിടെ ആട് മേക്കാൻ പോയപ്പോൾ ഇവിടെ കീറി അവരെ കട്ടുണ്ട്, മനുഷ്യനുണ്ട്, മീനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതാണ് ഈ ദേശീയ ഭരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതില്ല. അത് അള്ളാഹുവിൻ്റെ വഹിയ പ്രകാരം മലക്കുകൾ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി. കൂട്ടുകാരായിട്ട് കളിച്ചുകൊണ്ടിരിക്കും മാട് മേക്കാൻ പോയപ്പോൾ അവരെ ഇവിടെ കയറി എടുത്തു കളഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. മനസ്സിലായ? അപ്പോൾ അവർക്ക് ദേഷ്യമില്ല. മുത്ത് ഹബീബ് എപ്പോഴും യാത്ര പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ കാണാൻ ഒരു യൂത സ്ത്രീ എപ്പോഴും മോളിൽ നിന്ന് അവരിങ്ങനെ പോകുമ്പോൾ അവർ പോണത് നോക്കിയിട്ട് ചപ്പും ചവറിടും. ഹബീബിനെ പോണത് നോക്കിയിട്ട് ചപ്പും ചവറിടും അവരെ മേലേക്ക്. കുറേ ദിവസമായിട്ട് 2-3 ദിവസം കൊണ്ട് അത് ഇടുന്നത് കാണില്ല. അപ്പം നബി അവരെ വീട്ടിൽ പോയി. ആ ആളെ കുറിച്ച് അന്വേഷിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ ഇടും, അതൊന്നും പറഞ്ഞില്ല. സ്ത്രീയെ കണ്ടില്ല. അവർക്ക് എന്ത് പറ്റി? അപ്പോൾ ആരോടും അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഒരു അവർക്ക് സുഖമില്ലാണ്ട്. ആ സുഖമില്ലാണ്ട് അവരെ വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി. അതുപോലെ തന്നെ ആയിഷ ബീവി ഉള്ളപ്പോൾ വേറെ ഭാര്യമാരെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ഓരോ സെൻറ്റ് പോലെ റൂം പോലെ കെട്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഹഫ്സ ബീവിയുടെ അവിടുന്ന് സെബിയ ബീവിയുടെ അവിടെ നിന്ന് വന്നു. ഏതൊരു ബീവി ഓർക്കണില്ല, അവിടുന്ന് കറി കൊണ്ടുവന്നു. അത് ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെക്കണ അത്രക്ക് കൊള്ളത്തില്ലയോ, അവൾ ചെറുതല്ലയോ, ആയിഷ ബീവി ചെറുതാണ്, കുഞ്ഞല്ലയോ, അബൂബക്കർ സിദ്ദീഖ് എന്നൊരു മകളാണ്. അവർ വഹിയുണ്ടായിട്ട് കല്യാണം കഴിച്ചല്ലാണ്ട് നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. പാപ്പ അമ്മാസം കെട്ടിച്ചു കൊടുത്തത് കെട്ടി. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് അവരെ ആർഭാടം അവർ സൂഹിക്കാനൊന്നുമല്ല. എന്നിട്ട് അവർ ചുമ്മാ കളിപ്പിള്ളായിട്ട് കിടന്നു നബിനായിട്ട്. അങ്ങനെ ഇവരെന്തുകൊടുത്ത് ഈ കറി കൊണ്ടുവന്നോണ്ട് ഒരൊറ്റ തട്ട് കൊടുത്ത് നബിയുടെ കയ്യിൽ നിന്ന്. ആ പാത്രം പൊട്ടിപ്പോയി. നബി ഒരു അക്ഷരമുണ്ടാതൊക്കെ പറക്കിയെടുത്ത് ഇതറിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് എന്നവർ വന്ന് ഇവരെ ദേഷ്യം കണ്ടു ഒരടി കൊടുത്തു അബൂബക്കർ സിദ്ദീഖ് എന്നവർ, അതായത് ആയിഷ ബീവിയുടെ പിതാവിനോട് നബി എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാനും പോയിട്ടില്ല, ഉണ്ടാനും ഞെരുക്കാനും പോയിട്ടില്ല, അമക്കാനും പോയിട്ടില്ല. നബീനായിട്ട് ആന കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പുറത്ത് ഉത്സവ പരിപാടി കളി കാണാൻ പോകുമ്പോൾ കുഞ്ഞിന് കാണണില്ല, മോൾക്ക് കാണണില്ല, ആയിഷ ബീവിക്ക് കാണണില്ല. അതിന് തങ്ങളെ തോളിൽ കയറിയിരുന്ന് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ആയിഷ ബീവിനെ പഠിപ്പിക്കാനും എല്ലാത്തിനും വിടും. ഭയങ്കര എഴുത്തുകാരിയായിരുന്നു അവൾ, കവിത എഴുതുന്നവരായിരുന്നു. എല്ലാത്തിനും സ്വാതന്ത്ര്യമായിട്ട് വിട്ടത് അവരെ, ആയിഷ ബീവിനെ. മനസ്സിലായിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെപ്പോലെ കണ്ടത് അവരെ, ആയിഷ ബീവിനെ. അല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ ഈ ഒരുപാട് 10-12 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച ഒക്കെ വിധവകളായിരുന്നു. ഖദീജ ബീവിനെ ആദ്യം തന്നെ കെട്ടിയപ്പോൾ അവർ 2 ഭർത്താവിന് മുമ്പ് വന്നിട്ടുണ്ട്. അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ആ മക്കളൊക്കെ മരിച്ചു പോയതാണ്. എന്നിട്ട് അവർ ഭയങ്കര ധനികയായ സ്ത്രീയായിരുന്നു. മനസ്സിലായിട്ടുണ്ട്? ധനികയായ സ്ത്രീയായിരുന്നു അവർ. ബിസിനസ്സിൽ അവരെ ഏറ്റവും മുതിർന്നൊരു ബിസിനസ്സുകാരനുണ്ട്. അതിൽ അവിടെ ഉള്ള സൂപ്പറായിട്ടുള്ള ആൾ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ആളെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവിടെ മുഹമ്മദാണ് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ കച്ചവടത്തിൽ ഭയങ്കര ലാഭവും അത്ഭുതങ്ങളും, നബി നടക്കുന്നിടത്ത് മേഘങ്ങൾ വെയിൽ തടയണതും അവരെ സത്യസന്ധതയും കണ്ട് മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ ഖദീജ ബീവിയോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് വിവാഹം ആലോചിക്കാമെന്ന്. അപ്പോൾ ഖദീജ ബീവി സമ്മതിക്കത്തില്ല. നബിയോട് പറഞ്ഞപ്പോൾ നബിയും സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ത്രീ മുഖേന, എനിക്ക് ഓർമ്മയൊന്നുമില്ല, ആ ഒരു സ്ത്രീ മുഖേന വന്ന് ആലോചിച്ച്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവരോട് എന്ന് പറഞ്ഞു, അവരെ മൂത്താപ്പാടി എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചതാണ്. എന്നിട്ട് അവരെ സ്വത്ത് മൊത്തം നബിക്ക് കൊടുത്തു. ഈ നബിക്ക് ഒരു കുന്തവും ഇല്ല. അതൊക്കെ ഖദീജ ബീവിയുടെ
മൊത്തം നബി കൊടുത്ത് ആ നബിക്ക് അവർ ദീനിയായ കാര്യത്തിനെല്ലാം ചിലവാക്കി. മനസ്സിലായിട്ടുണ്ടോ? അതാണ് നബി. ഈ നബിനെ എന്തിനാ കുറ്റം പറയണത്? നമ്മളെ തലമുറ 5-8-10 തലമുറ പോലും കണ്ടില്ല. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. അതൊന്നും എടുത്തു ഈ നബിനെ മാത്രം പൊക്കിയെടുത്തിട്ട് ഉണ്ടാക്കണം. എന്തിനാ? വേറെ ഏതില്ല എനിക്ക്. വേറെ ഒരു പോക്കില്ല. ഈ നബിനെ ഇസ്ലാമിനെ ഒക്കെ പൊക്കി പിടിച്ചിട്ട് വേണം ഈ റീലുണ്ടാക്കാനും കാശുണ്ടാക്കാനും. ഇവർക്കൊക്കെ പോയി ചത്തൂടാ. ഇതൊന്നും ചാവലില്ലേ?